വിദേശ കളിക്കാരായിട്ടുള്ള സെൻട്രൽ ബാക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പന്ത് കാലിൽ വെച്ചിട്ട് എത്ര മനോഹരമായിട്ടാണ് പന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, നല്ല ചോയ്സുകൾ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ സെൻട്രൽ ബാക്കുകൾ, ഇന്ത്യയിലെ സെൻട്രൽ ബാക്കുകൾ അല്ലെങ്കിൽ താഴ്ന്ന ലോവർ റാങ്ക്ഡ് കൺട്രീസിലെ സെൻട്രൽ ബാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് പന്ത് കാലിൽ കിട്ടിയവർ എന്ത് ചെയ്യും? ടപ്പ് അടിച്ചും കളയും, റിസ്ക് വേണ്ടല്ലോ. അത് അല്ല ഒരു നല്ല സെൻട്രൽ ബാക്കിൻ്റെ കഴിവെന്ന് പറയുന്നത്. നല്ല സെൻട്രൽ ബാക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് പഠിക്കണം? നല്ല രീതിയിൽ ബോൾ പ്ലേയിങ് കളിക്കാൻ പഠിക്കണം. അത് നമ്മുടെ നാട്ടിലെ സെൻട്രൽ ബാക്കുകൾക്ക് അറിയില്ല. അവരെ വൃത്തി പഠിപ്പിച്ചില്ല, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അവർക്ക് ടാക്ടിക്കൽ പ്രിൻസിപ്പിൾസ് അറിയില്ല ബിഹൈൻഡ് ദാറ്റ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ബോൾ പ്ലേയിങ് സെൻട്രൽ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കോഴ്സിൽ സെൻട്രൽ ബാക്കിന് പന്ത് കാലിൽ വരുമ്പോൾ വേണ്ട മൈൻഡ് മാപ്പ് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻ്റെ ഗുണവും ദോഷവും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ചോയ്സ് എടുക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇനി സെൻട്രൽ ബാക്കുകൾക്ക് ആ ടാക്ടിക്കൽ പ്രിൻസിപ്പിൾസ് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമാണ്, മുമ്പേ അല്ല എന്ന് പറയും. കാരണം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി പഠിക്കാൻ പറ്റിയിട്ടില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സെൻട്രൽ ബാക്സ് മിസ്റ്റേക്ക്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. വളർന്നു വരുന്ന സെൻട്രൽ ബാക്കുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.